ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ സിനാൻ അൺഫിൽറ്റേഡ്. സോ നമ്മളിന്നൊരു എക്സാം ഡേ വ്ളോഗാണ് ചെയ്യാനായിട്ട് പോകുന്നത്. സോ നമ്മുടെ ഫസ്റ്റ് കീമിൻ്റെ ഓഫ്ലൈൻ മോക്ക് എക്സാമാണ് നമ്മളിന്ന് എഴുതാനായിട്ട് പോകുന്നത്. സോ നമുക്കിന്ന് യൂണിറ്റ് 3ൻ്റെ ഫസ്റ്റത്തെ മോക്കാണുള്ളത്. സോ അതുകൊണ്ട് തന്നെ കുറച്ച് പോർഷൻസ് നമ്മുടെ പെൻഡിങ് ഉണ്ട്. കാരണം യൂണിറ്റ് 3 തുടങ്ങിയിട്ട് 4 ദിവസമായിട്ടുള്ളൂ. സോ നമുക്ക് കുറച്ച് പോർഷൻസ് പെൻഡിങ് ഉണ്ട്. സോ അത് ഒന്ന് റിവൈസ് ചെയ്ത് പോകാമെന്ന് വെച്ചിട്ട് നമ്മൾ ഫസ്റ്റ് രാവിലെ തന്നെ 4 മണിക്ക് എണീച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഒരു 4:30 ആയപ്പോൾ നമ്മൾ ഫസ്റ്റ് തന്നെ കെമിസ്ട്രി വെച്ച് സ്റ്റാർട്ട് ചെയ്തു. ഓരോ പോർഷൻസിന് നമ്മൾ നിശ്ചിത ടൈം സെറ്റ് ചെയ്തിട്ടാണ് സ്റ്റാർട്ട് ചെയ്തത്. സോ ഫസ്റ്റ് തന്നെ കെമിസ്ട്രിയിലെ ഹൈഡ്രോ കാർബൺസ് ആണ് പഠിക്കാനായിട്ടിരുന്നത്. അതിലെ ജസ്റ്റ് ഒരു PYQ ജസ്റ്റ് ഒന്ന് അതിൻ്റെ ഒരു സൈലം കീമിലെ ക്ലാസ് ഒന്ന് ജസ്റ്റ് ഒന്ന് ഓടിച്ചിട്ട് 2x കണ്ടു. പിന്നെ അത് കഴിഞ്ഞിട്ട് സൈലം ജീനിയസിലെ ഒരു GOC 1ൻ്റെ ടോപ്പിക്കിനെ പറ്റിയിട്ടുള്ള ഒരു ലൈവും കുറച്ച് ഔട്ട് ഓഫ് സിലബസ് ഉണ്ടായിരുന്നു എങ്കിൽ കൂടി അതൊന്ന് ജസ്റ്റ് ക്വസ്റ്റ്യൻസ് എങ്ങനെ വരികയെന്ന് അറിയില്ലല്ലോ, ജസ്റ്റ് ആ ലൈവും കൂടി ഒരു 2x ഇട്ടിട്ട് കണ്ടു. അങ്ങനെ നമ്മൾ കെമിസ്ട്രി സെറ്റ് ചെയ്തു. കെമിസ്ട്രി റിവൈസ് ചെയ്തതിന് ശേഷം പിന്നെ നമ്മൾ സ്ട്രെയിറ്റ് ലൈൻസ് ആണ് റിവൈസ് ചെയ്തത്. ആ ചാപ്റ്റർ നമ്മൾ ഫസ്റ്റ് ഡേ പഠിച്ചതാണ്. പിന്നെ കോണിക്കിലേക്കാണ് കൂടുതലും കോൺസെൻട്രേഷൻ പോയത്. സോ സ്ട്രെയിറ്റ് ലൈൻസിൻ്റെ ജസ്റ്റ് കോൺസെപ്റ്റ് റിവൈസ് ചെയ്തിട്ട് 25 PYQ ജസ്റ്റ് 2x ഒന്നുകൂടി ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കി. പിന്നെ അത് കഴിഞ്ഞിട്ട് കോണിക് സെക്ഷൻ റിവൈസ് ചെയ്തു. കോണിക്കിൻ്റെ PYQ ജസ്റ്റ് ഇതുപോലെ തന്നെ 2x 25ൻ്റെ PYQ ജസ്റ്റ് ഒന്ന് ഓടിച്ചിട്ട് കണ്ടുപോയി. പിന്നെ അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ ഫിസിക്സ് പഠിക്കാനായിരുന്നത്. ഫിസിക്സിൽ നമ്മൾ തെർമൽ പ്രോപ്പർട്ടീസ് ഒഴികെ ബാക്കി എല്ലാ ചാപ്റ്റേഴ്സും ജസ്റ്റ് ഒന്ന് ഇക്വേഷൻസ് കാര്യങ്ങളെല്ലാം റിവൈസ് ചെയ്ത് പോയി. തെർമൽ പ്രോപ്പർട്ടീസ് നമ്മൾ പഠിച്ചിട്ടില്ല, അടുത്ത മോക്കിന് പഠിക്കാമെന്ന് വെച്ചേക്കാണ്. സോ ബാക്കി എല്ലാ ചാപ്റ്റേഴ്സും ജസ്റ്റ് വൺ ടൈം ഇക്വേഷൻസ് കാര്യങ്ങളെല്ലാം റിവൈസ് ചെയ്ത് പോയി. ഇനി ഞാൻ നിങ്ങൾക്കൊരു ആപ്പ് പരിചയപ്പെടുത്തി തരാം. ഇത് ജസ്റ്റ് പ്രൊമോഷനൊന്നുമല്ല, നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ ഒരു ബ്രോ സജസ്റ്റ് ചെയ്ത ഒരു ആപ്പാണ്. സോ ഈ ആപ്പ് വഴി ഇപ്പോൾ നമ്മൾ കമ്മ്യൂണിറ്റിയിലുള്ള കുറച്ച് പേരെ കൂടിയിട്ട് പഠിക്കുന്ന ടൈം കാര്യങ്ങളെല്ലാം ഇതിൽ അപ്ഡേറ്റ് ആവും. ലീഡർ ബോർഡ് കാര്യങ്ങളൊക്കെ ഉണ്ട്. എത്ര ടൈം ഡിസ്ട്രാക്റ്റഡ് ആയി നമുക്ക് ആപ്പ് കൺട്രോൾ ചെയ്യാൻ ഒരുപാട് ഫീച്ചേഴ്സ് ഉള്ള ഒരു ആപ്പാണ് റീഗെയിൻ പറഞ്ഞൊരു ആപ്പ്. സോ ഈ ആപ്പ് വഴിയാണ് ഞാൻ രാവിലെ തൊട്ടിട്ട് ഇപ്പോൾ എക്സാമിന് പോകാനായിട്ട് മുമ്പ് വരെയുള്ള ടൈം പഠിച്ചത്. സോ ആ ടൈം എത്ര, അതായത് 12 മണിക്ക് മുമ്പ് വരെ ഞാൻ പഠിച്ചത്. സോ 5 മണിക്കൂർ 20 മിനിറ്റാണ് ഞാൻ എക്സാമിന് പോകാനായിട്ട് മുമ്പ് വരെ പഠിച്ചത്. സോ നിങ്ങൾക്ക് ഈ കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യണമെങ്കിൽ ഫസ്റ്റ് വാട്സപ്പ് കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യുക. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ അതിലൂടെ ഈ ആപ്പിൻ്റെ ലിങ്ക് ഒരു ബ്രോയായിട്ട് മെസ്സേജ് ചെയ്തിട്ട് ഞാൻ അയച്ചു തരുന്നതാണ്. സോ അങ്ങനെ 12 മണിയായപ്പോൾ നമ്മുടെ ടാസ്ക് കംപ്ലീറ്റ് ചെയ്തിട്ട് നമ്മൾ എക്സാമിന് പോകാൻ വേണ്ടി റെഡിയായി. സോ നമ്മൾ ഫസ്റ്റ് ഡേ ആയതുകൊണ്ട് ബൈക്കിലാണ് പോകുന്നത്. നമുക്ക് പ്രോപ്പർ ലൊക്കേഷൻ കാര്യങ്ങൾ എവിടെയെന്ന് അറിയില്ല. തൃശ്ശൂർ മിഷേൻ ഹോസ്പിറ്റലിൻ്റെ അടുത്താണെന്ന് അറിയാം, വേറെ കറക്റ്റ് എവിടെയെന്ന് അറിയില്ല. സോ അതുകൊണ്ട് തന്നെ ബൈക്കിൽ പോകാമെന്ന് വെച്ചു. മിഷേൻ ഹോസ്പിറ്റലിൻ്റെ തൊട്ട് ബാക്കിൽ ഒരു പള്ളിയുണ്ട്. സോ ആ പള്ളിയുടെ ഒരു കോമ്പൗണ്ടിലായിട്ടാണ് ബ്രില്യൻസ് ഉള്ളത്. സോ ബസ്സിലെ വന്നിച്ച് ഞാൻ പെട്ടുപോയിരുന്നു. അതിൻ്റെ ഫ്രണ്ടിൽ കൂടെ കുറേ കറങ്ങിയിട്ടൊക്കെയാണ് വീണ്ടും ഇങ്ങോട്ട് എത്തിയത്. സോ ബാക്കി ഇനി എക്സാം കഴിഞ്ഞിട്ട് പറയാം. സോ അങ്ങനെ 4:30 ആയപ്പോൾ നമ്മുടെ എക്സാം കഴിഞ്ഞു. എക്സാം കഴിഞ്ഞപ്പോഴാണ് ജസ്റ്റ് ഒന്ന് GEC വരെ പോണ വഴിക്കാണ് GEC ഉള്ളത്. സോ ജസ്റ്റ് ഒന്ന് 2 വീഡിയോ ഒന്ന് ഷൂട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. സോ ഇതാണ് GEC തൃശ്ശൂർ. മെയിൻ റോഡിൽ തന്നെയാണ്, ആക്സസ് ചെയ്യാൻ കാര്യങ്ങളൊക്കെ എല്ലാം സുഖമാണ്. GEC എന്ന് പറഞ്ഞ ക്യാമ്പസ്. സോ ഇതാണ് GECയുടെ 2 ഗേറ്റ്സാണ് ഉള്ളത് ഫ്രണ്ടിൽ. സോ അതിലൊരു ഗേറ്റിൻ്റെ ഉള്ള ഒരു വ്യൂ ആണിത്. സോ കോളേജിൽ കറൻ്റ്ലി എലക്ഷന് കാര്യങ്ങളെല്ലാം നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ കാണുന്നതാണ് കോളേജിലെ ഗ്രൗണ്ട്. സോ ഇത് SFIയുടെ ഫ്ലെക്സാണ് ഇവിടെയൊക്കെ വെച്ചിട്ടുള്ളത്. സോ ഇതാണ് കോളേജിലെ മെയിൻ ഗ്രൗണ്ട്. ഒരുപാട് വേറെ ഗ്രൗണ്ടും GECക്ക് ഉണ്ട്. ബാസ്ക്കറ്റ്ബോൾ കോർട്ടും അല്ലാതെയും വേറെയും ഒരുപാട് ഗ്രൗണ്ട്സ് ഉണ്ട്. സോ പിന്നെ ഈ കാണുന്നതാണ് GECയിലെ മെക്കാനിക്കൽ, ഇലക്ട്രിക്കൽ, സിവിൽ ഒഴികെയുള്ള എല്ലാ ഡിപ്പാർട്ട്മെൻറ്റും ഈ ഒരു ഏരിയയിലാണ് വരുന്നത്. ആ കാണുന്നതാണ് കെമിക്കൽ എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെൻറ്റ്. ഓക്കെ, ഒരു 2-3 ഷോട്ടേ എടുത്തുള്ളൂ. സോ നമ്മൾ ഇനി ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ എടുക്കണമെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ചെയ്യുക. നമ്മൾ അടുത്ത മോക്കിന് മുമ്പ് വീഡിയോ എടുക്കുക. സോ ഇത് കഴിഞ്ഞിട്ട് ഞാൻ വീട്ടിലെത്തിയിട്ട് ഞാൻ മോക്ക് എക്സാമിൻ്റെ റിവ്യൂ കാര്യങ്ങളെല്ലാം പറയാം. ഓക്കെ, സോ ഗൈസ് ഇനി നമുക്ക് കീം എക്സാമിൻ്റെ മോക്ക് എക്സാമിൻ്റെ റിവ്യൂവിനെ പറ്റി പറയാം. ഓഫ്ലൈനിലെ എക്സാം കമ്പയറിംഗ് ടു ഓൺലൈനിൽ മെയിൻ ഡിഫറൻസ് എനിക്ക് തോന്നിയത് നമ്മുടെ എക്സാമിൻ്റെ അറ്റ്മോസ്ഫിയർ ആണ്. ഇപ്പോൾ നമ്മൾ വീട്ടിലിരുന്ന് എക്സാം എഴുതുകയാണെങ്കിൽ നമ്മൾ ചിലപ്പോൾ എക്സാം എഴുതിയിട്ട് ചിലപ്പോൾ ഒന്ന് എനിക്ക് അങ്ങോട്ട് പോയി ഇങ്ങോട്ട് പോയി നമ്മുടെ ടൈം മാനേജ്മെൻറ്റ് ചിലപ്പോൾ കറക്റ്റായി വരില്ല. നമ്മുടെ കാൽക്കുലേഷൻസ് ചിലപ്പോൾ ആ മൂഡ് അനുസരിച്ച് ചിലപ്പോൾ മാറിക്കൊണ്ടിരിക്കും. അതായത് ഇപ്പോൾ ചിലപ്പോൾ നമ്മൾ നമ്മുടെ ടൈം മാനേജ്മെൻറ്റ് നമ്മൾ ചിന്തിക്കുമല്ലോ, ചിലപ്പോൾ അതൊന്നും ചിലപ്പോൾ നമുക്ക് ഒരു എന്താ പറയുക സീരിയസ്നെസ് ഇല്ലാണ്ട് ചിലപ്പോൾ വീട്ടിലിരുന്നിട്ട് ചിലപ്പോൾ നമ്മൾ 1.5 മണിക്കൂർ ചിലപ്പോൾ എന്തായാലും നന്നായിട്ട് നോക്കും. പിന്നെ അത് കഴിഞ്ഞാൽ കിട്ടുന്നില്ല പോട്ടെ എന്ന് വെച്ചിട്ട് അങ്ങനെ പോകും. പക്ഷെ അവിടെ ആകുമ്പോൾ നമ്മൾ എന്തായാലും ടൈമുള്ള കാരണം നമ്മൾ മാക്സിമം ചെയ്യാനായിട്ട് നോക്കും. നമ്മൾ ബാക്കിയുള്ളവരുടെ മുന്നിൽ ഷൈ ആവരുതെന്ന് വെച്ചിട്ട് അത്യാവശ്യം എന്താ പറയുക ഗ്രീൻ കളറിനാക്കാൻ വേണ്ടിയിട്ട് മാക്സിമം ചെയ്യാനായിട്ട് നോക്കും. സോ അതാണ് മെയിൻ ആയിട്ടുള്ളൊരു ഡിഫറൻസ്. പിന്നെ നമുക്ക് കറക്റ്റ് നമ്മുടെ ടൈം മാനേജ്മെൻറ്റിനെ പറ്റിയിട്ടുള്ളൊരു ഐഡിയ കിട്ടും. നമ്മളുടെ ഇപ്പോൾ ബാക്കിയുള്ള കുട്ടികൾ എങ്ങനെ എത്ര കൊണ്ട് എഫേർട്ട് ഇടുന്നുണ്ട്, അവരെങ്ങനെയൊക്കെ എക്സാം അറ്റൻഡ് ചെയ്യുന്നത്, എങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ടെന്നൊക്കെ നമുക്ക് കാണാമല്ലോ. സോ അതൊക്കെ കാണുമ്പോൾ തന്നെ നമുക്ക് ഓൾറെഡി നമ്മൾ എത്ര പുറകിലാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാവും.
പിന്നെ കറക്റ്റ് നമ്മുടെ മാർക്ക് മനസ്സിലാവും. വീട്ടിലിരുന്ന് എഴുതുമ്പോൾ നമുക്കറിയാലോ വേറെ കുറേ ഇതൊക്കെ ഉണ്ടാവും. അപ്പോൾ ഓഫ്ലൈനിൽ പോയി എഴുതുകയാണെങ്കിൽ നമുക്ക് ആ ഒരു അറ്റ്മോസ്ഫിയറിൽ നമ്മൾ അത്രയും സെറ്റായിട്ടിരുന്ന് എക്സാം എഴുതിയിട്ട് നമുക്ക് കറക്റ്റ് നമ്മുടെ ഒരു ലെവൽ അറിയാനായിട്ട് പറ്റും. പിന്നെ ഇന്ന് എക്സാം എഴുതാൻ പോയപ്പോൾ എന്താ പറയുക, അവർ എക്സാം എഴുതി കഴിഞ്ഞപ്പോൾ ക്വസ്റ്റ്യൻ പേപ്പറും അതുപോലെ തന്നെ അതിൻ്റെ ആൻസർ കീ തന്നിട്ടുണ്ട്. സോ ഇത് ഇനി എല്ലാ ഓഫ്ലൈനും കിട്ടുമെന്ന് അറിയില്ല. ഇത് അവിടുത്തെ ഓഫ്ലൈൻ സ്റ്റുഡൻസിനുള്ളതാണ്. പിന്നെ അവിടെ സീറ്റ് കാര്യങ്ങളൊക്കെ ഇഷ്ടം പോലെയാണ്. സെൻറ്ററിൽ അത്യാവശ്യം സീറ്റ് ഇനിയും ഫില്ലാവാനുണ്ട് കുട്ടികൾക്ക്. സോ എൻ്റെ അടുത്ത് വേറെ ഒന്നും ചോദിച്ചില്ല. എക്സാം എഴുതാനാണോ എഴുതി, എൻ്റെ സ്റ്റുഡൻ്റ് ഐ ഡി കയറി ലോഗിൻ ചെയ്തു എഴുതി. വേറെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടൊന്നും ചോദിച്ചൊന്നുമില്ല. സീറ്റ് കുറേ ഉണ്ട്. സോ നിങ്ങൾ വീട്ടിലിരുന്ന് എഴുതാനായിട്ട് നല്ലത് എപ്പോഴും ഓഫ്ലൈനിൽ പോയി ഇരുന്ന് എഴുതുകയാണ് ഏറ്റവും അടിപൊളി. അതാണ് ക്വസ്റ്റ്യൻസ് നമ്മൾ എന്തായാലും എല്ലാ ക്വസ്റ്റ്യൻസിനുള്ളിൽ നമ്മൾ കടന്നു പോകും, എല്ലാ ക്വസ്റ്റ്യൻസും വായിക്കും. നമുക്ക് ചിലപ്പോൾ ഞാനൊക്കെ കുറേ ക്വസ്റ്റ്യൻസ് പഠിച്ച അതേ ക്വസ്റ്റ്യൻസ് അടക്കം ചെയ്യാൻ പറ്റാണ്ട് പോയിട്ടുണ്ട്. സോ അടുത്ത മോക്കിന് എന്തായാലും ഇതിലും ബെറ്റർ ആക്കണം. പിന്നെ ഫസ്റ്റ് മോക്കായതുകൊണ്ട് കറക്റ്റ് സെൻറ്റർ എവിടെയെന്നുള്ള കാര്യങ്ങളെ കുറച്ച് കൺഫ്യൂസിങ് ആയിരുന്നു. സെൻറ്ററിൻ്റെ ഫ്രണ്ട് കൂടെയാണ് ഞാൻ പോയത്, പക്ഷെ എനിക്ക് അറിയില്ലായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നെന്ന്. മാപ്പ് നോക്കി പോയി. അങ്ങനെ വീണ്ടും യൂട്ടേൺ ഒക്കെ അടിച്ച് വന്ന് ആകെ ഒരു ഇതായി. പിന്നെ ജലദോഷം ഉണ്ടായിരുന്ന കാരണം കർച്ചീഫ് വാങ്ങിയില്ല. സെൻറ്ററിൽ കയറിനാട്ടി എക്സാമിന് വേണ്ടി 10 മിനിറ്റ് പോയിട്ട് കർച്ചീഫ് വാങ്ങിയത്. സോ പിന്നെ അങ്ങനത്തെ ഒക്കെ ഒരു ഇതുണ്ട്. പിന്നെ നമ്മളെപ്പോഴും ഓഫ്ലൈനിൽ എക്സാം എഴുതുമ്പോൾ നമ്മൾ കീം എക്സാമിൽ നമുക്കൊരു എക്സാമിൻ്റെ ഒരു അറ്റ്മോസ്ഫിയർ, നമ്മുടെ ആ ഒരു ടൈം മാനേജ്മെൻറ്റ് പക്കയായിട്ട് മനസ്സിലാവണമെങ്കിൽ, മെയിനായിട്ട് ടൈം മാനേജ്മെൻറ്റാണ്. അത് പക്കയായിട്ട് മനസ്സിലാവണമെങ്കിൽ എപ്പോഴും ഓഫ്ലൈൻ എക്സാം അറ്റൻഡ് ചെയ്യണമെന്ന് എനിക്ക് ഇപ്പോഴാണ് മനസ്സിലായത്. നമുക്ക് കറക്റ്റ് നമ്മുടെ ഒരു റേഞ്ച് എന്താ കാര്യങ്ങൾ എന്താണെന്നൊക്കെ കറക്റ്റ് മനസ്സിലാവും. നമ്മൾ ഓൺലൈനിൽ ചെയ്യുമ്പോൾ ചിലപ്പോൾ ഒന്ന് നോക്കി എഴുതിയൊക്കെ പോവും. ഞാൻ ചെയ്തിട്ടൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ നമ്മൾ ചെയ്യണതാണ്. സോ ഓഫ്ലൈനിലാകുമ്പോൾ പിന്നെ നമുക്ക് അങ്ങനത്തെ ഓപ്ഷൻസ് ഒന്നും ഇല്ലാത്ത കാര്യം നമുക്ക് കറക്റ്റ് നമ്മുടെ കാര്യങ്ങൾ അറിയാൻ പറ്റും. ചിലപ്പോൾ ഓൺലൈനിൽ നമ്മൾ എഴുതുമ്പോൾ എക്സാമിൽ പറയുന്ന ക്വസ്റ്റിനാ എവിടെ ഒരു അറിയുന്നതാ കുഴപ്പമില്ല ഇടും, അങ്ങനെ ഇടും, ചിലപ്പോൾ കോപ്പി അടിച്ച് ചെയ്തു. പക്ഷെ ഓഫ്ലൈനിലാകുമ്പോൾ നമുക്ക് അങ്ങനത്തെ ഒരു ഓപ്ഷൻസ് നമ്മൾ ചെയ്ത് നോക്കും അറിയുന്നതാണെങ്കിലും, പക്ഷെ അവിടെ നമ്മൾ സ്റ്റക്ക് ആവും. അങ്ങനെ ഒരുപാട് ക്വസ്റ്റ്യൻസ് സ്റ്റക്ക് ആയിട്ടുണ്ട് മാത്സിൽ. പിന്നെ ക്വസ്റ്റ്യൻസിൻ്റെ ഒരു വെയിറ്റേജ്, പ്യൂരിഫിക്കേഷനും തെർമൽ പ്രോപ്പർട്ടീസും ഞാൻ സ്കിപ്പ് ചെയ്ത 2 ചാപ്റ്റേഴ്സ് ആയിരുന്നു. പ്യൂരിഫിക്കേഷൻ ഒരു ടോപ്പിക് ആയിരുന്നു. സോ അതൊന്നും നല്ലപോലെ ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. സോ അടുത്ത മോക്കിന് അതിലും ബെറ്റർ ആയിട്ട് പ്രിപ്പയർ ചെയ്യണം. ആ 2 ടോപ്പിക്കിലും നോക്കണം. മാത്സ് ഒന്നുകൂടി സെറ്റാക്കണം. ഈ 2 ക്വസ്റ്റ്യനും ആൻസർ കീ സോൾവ് ചെയ്യണം. സോ അതൊക്കെയാണ് ഇനിയുള്ള പ്ലാൻസ്. സോ അടുത്ത മോക്ക് എക്സാം കഴിഞ്ഞിട്ട് ഈ യൂണിറ്റിൻ്റെ ഒരു ഓവറോൾ റിവ്യൂ ചെയ്യാനായിട്ട് നോക്കാം. സോ താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.